ചുരുക്കി പറഞ്ഞ ആർക്കും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എല്ലാവർക്കും രക്ഷപ്പെടണം. ഇപ്പൊ പത്തനാപുരത്തുള്ള കൊച്ചാ നിന്റെ ലൈൻ. പത്തനാപുരത്തുള്ള ഒരു കൊച്ചായിരുന്നു. എല്ലാരും പറയാം നമ്മള് തിന്ന് പിടിച്ച് വീട്ടിയിരിക്കുകയാണ്. നമ്മളെന്തെല്ലാം ചെയ്യുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. രക്ഷപ്പെടും. ഈ മാസം വരും. എങ്ങോട്ട് വരും? ഞാൻ നിനക്കൊന്ന് സപ്പോർട്ട് തന്നല്ലേടാ, എന്നോട് ഇങ്ങനെ എന്തിനാ നീ ചെയ്യുന്നത്? ബ്രോ ഞാൻ കണ്ടേ ബ്രോ, ഞാൻ വിശ്വസിക്കും. ഇടയ്ക്ക് അബീത് ബ്രോ എന്ന് വിളിക്കും, ഇടയ്ക്ക് അബീത്ത് എന്ന് വിളിക്കും, ഇടയ്ക്ക് ഡാന്ന് വിളിക്കും. മതി 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 മതി. ഇവിടെ മുറിഞ്ഞു. എന്നിട്ട് ടീഷർട്ട് ചെറുതായിട്ട് കീറി ഷോൾഡറിന് ഇവിടെ ഒരു വേദനയാണ്. അന്നേരം എണീച്ച് അടുത്ത ടീഷർട്ട് എടുത്തിട്ട് അടുത്ത സാധനം തുടങ്ങുക. അടുത്ത എന്ത് തുടങ്ങുക? മറ്റേ സാധനം പറഞ്ഞു കൊടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാ? ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഷാനിദ് ഇവന്റെ അനിയനായിരിക്കും. ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളെ കഴി ഇവനെ വിളിച്ചില്ലെങ്കിൽ ആദ്യം ഞങ്ങളെ അരി പറയുന്നത് അത് നീയല്ലല്ലോ കൊടുക്കുന്നത്, വാപ്പല്ലേ പഴഞ്ചോറ. അത് മതി. അതിന്റെ കാശ് കഴിക്കുന്നത് പഴഞ്ചോറ് തിന്നാ എങ്ങനെ? ഇയാൾ ഉച്ചക്കാണ് എണീക്കണം, തിന്നാ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഇപ്പൊ അഭിജിത്തിന്റെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സിനിമയുടെ പുറകിനൊക്കെ നടക്കുന്ന ആളുകൾക്ക് പൊതുവെ എല്ലാരും പറയുന്നത് ഇങ്ങനെ സിനിമ നോക്കി നടന്നോ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ കിട്ടാത്ത ആളുകളില്ല ഒരു പ്രായമാകുമ്പോഴത്തേക്ക് സിനിമ ഭ്രാന്ത് കയറി നടക്കുമ്പോ. ശരിക്കും എങ്ങനെയാ ഈ സിനിമ മോഹമായിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ട്രീറ്റ്? ഇപ്പൊ വീഡിയോസ് ഒക്കെ റീച്ചായി, നിങ്ങൾ ഇപ്പൊ ഒന്ന് ഹിറ്റായി കയറി വരുന്നുണ്ട്. ബട്ട് അതിന് മുമ്പ് വരെ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? എല്ലാവരുടെയും പോലെ തന്നെ എല്ലാവർക്കും ഇതിനകത്ത് സ്ട്രഗിളിങ് തന്നെയാണ്. എല്ലാവരെയും കുറ്റം പറയും. നമ്മളെ പ്രോസസ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സംഭവം. അവര് കുറ്റം പറയുമ്പോൾ അത് അവരുടെ മെന്റാലിറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കഴിവ് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാണ് നമ്മൾ കുറച്ച് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയെല്ലാം സിമ്പിളാണ്. നമ്മൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മനസ്സിലായി. ഇവരെല്ലാരും കാസ്പ്രോ എന്ന് വിളിക്കുന്ന സമയത്ത് ഷാനു മാത്രം അഭിജിത്തെ എന്നാ വിളിക്കുന്നത്, അതെന്തുകൊണ്ടാ? എനിക്ക് മറ്റേ പേര് തിരിയത്തിനല്ല. എനിക്ക് ഞാൻ കണ്ട സമയത്ത് അബീത്ത് എന്നാ വിളിക്കുന്നത്. അപ്പൊ അതങ്ങ് വായി കയറി ശരിയായി പോയി. ഇടയ്ക്ക് അബീത് ബ്രോ എന്ന് വിളിക്കും, ഇടയ്ക്ക് അബീത്ത് എന്ന് വിളിക്കും, ഇടയ്ക്ക് ഡാന്ന് വിളിക്കും. ഇനി വിളിക്കുന്നൊന്നും പറയല്ലേ. അങ്ങനെ ആ ഒരു സർക്കിള് നമ്മള് ഗുഡാ. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഗുഡാ, വെരി ഗുഡാ. നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ പറ്റത്തില്ല നമുക്ക്. അപ്പൊ ഒരാൾ പറയുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മള് ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്തായാലും സംസാരിക്കും. എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ എങ്ങനെ. നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾ ഒരുപാട് ഈ അണ്ണൻ തമ്പി വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് വന്നത് ഏതാ? ചിരിച്ച് കുളമായി പോയ സംഭവം വീഡിയോ? അണ്ണൻ തമ്പി മാത്രമാണ് ചോദിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇല്ല, മറ്റേതായിരുന്നു തോന്നുന്നു. മറ്റേ ഇതിന്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ലേ ഒത്തിരി? അതോ ഭർത്താവിന്റെ കാമുകന്റെ ഫസ്റ്റ് അണ്ണൻ തമ്പി നമ്മൾ ആദ്യത്തെ അണ്ണൻ തമ്പി എടുത്തപ്പോ നമുക്ക് ഒരു ദിവസം എടുത്തിട്ട് കിട്ടിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തു. പിന്നെ ചില വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊള്ളത്തില്ലെങ്കിൽ എത്ര നേരം 2 ദിവസം പണി എടുത്താലും കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. ഒത്തിരി വീഡിയോ എടുക്കുക ഞങ്ങള്. അങ്ങനെ മാത്രമേ എടുത്തുള്ളൂ. ലാസ്റ്റ് ഇട്ട വീഡിയോ ഇല്ലേ അണ്ണൻ തമ്പി, അതിനകത്ത് ഞാൻ ഒരു വൈറ്റ് ടീഷർട്ടായിരുന്നു ഇട്ടത് ആദ്യം. അതൊക്കെയായിരുന്നു കോസ്റ്റ്യൂം. ഞാനങ്ങനെ ലാസ്റ്റ് ശരിയായ ഷോട്ടിന്റെ സെക്കൻഡ് ലാസ്റ്റത്തെ ഷോട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് നടന്നു പോയപ്പം പുള്ളി എന്തോന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ചോടി വന്ന് പുള്ളി ഇങ്ങനെ ചാടിയപ്പോഴത്തേന് പുള്ളിയുടെ ഇവിടെ ഇങ്ങനെ ഇടിച്ച് ഞാൻ റോട്ടിലെ അങ്ങനെ പറഞ്ഞു മൊത്തത്തിൽ. എന്നിട്ട് ഷോൾഡറിന് ഇവിടെ വേദന ഉണ്ടായിരുന്നു, ഇവിടെ മുറിഞ്ഞു. എന്നിട്ട് ടീഷർട്ട് ചെറുതായിട്ട് കീറി ഷോൾഡറിന് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു. അന്നേരം എണീച്ച് അടുത്ത ടീഷർട്ട് എടുത്തിട്ട് അടുത്ത ഷൂട്ട് അടുത്ത ഇത് തുടങ്ങുക, അടുത്ത സാധനം തുടങ്ങുക, അടുത്ത എന്ത് തുടങ്ങുക, മറ്റേ സാധനം എന്ത് പറഞ്ഞു കൊടുക്കും. അടുത്ത അന്നേരം എണീച്ച് ഷോ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് കുഴപ്പമുണ്ടോ? ഇല്ല. എണീച്ച് അടുത്ത ടീഷർട്ട് മാറി അടുത്ത സാധനം ടേക്ക് തുടങ്ങുക. നമ്മളത് ശരിയാക്കാതെ പോകത്തില്ല, ശരിയാക്കണം എങ്ങനെയും മനസ്സിലായി. അത് ഇതായിപ്പോ എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മുട്ടൊക്കെ നല്ലോണം പറഞ്ഞു. നമ്മള് BTS ഇട്ടേപ്പോ ഉണ്ടായിരുന്നു സ്റ്റോറി. അപ്പൊ അതിന് കുറെ റിപ്ലൈ ഒക്കെ വന്നായിരുന്നു. കുറെ പേര് റിപ്ലൈ അയച്ചു.
സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതെ. അതെ. അപ്പൊ ഈ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോസ് കണ്ടിട്ട് അവരുടെ ടീച്ചേഴ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കും. കൊള്ളാം, നല്ല പരിപാടിയാ, ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ്. നമ്മളെ നെഗറ്റീവായിട്ട് അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഇല്ലേ നെഗറ്റീവായിട്ട് അങ്ങ് ഒരു പോസിറ്റീവായിട്ടാണല്ലോ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാ? ഹാഷിർ. ആ, ഒരു കുറച്ചുകൂടി റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ പുള്ളി തന്നെ വിളിക്കുന്നു ഫോണിൽ, മെസ്സേജ് അയക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, പുള്ളിയുടെ ഇടയ്ക്ക് റിപ്ലൈ വരും. ആണോ? അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ വീഡിയോ കൂടുന്നോണ്ടായിരിക്കും ഒരു മെസ്സേജ് ഇപ്പൊ റിപ്ലൈ അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം, നല്ല വീഡിയോസ് ഒക്കെയാന്ന് പറഞ്ഞു. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന വിധമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, യൂട്യൂബിലൊക്കെ ഞങ്ങൾ കാണും. പുള്ളിയൊക്കെ ഒരു റോൾ മോഡലായിട്ടൊക്കെ നിങ്ങൾ വെച്ചേക്കാന്ന് തോന്നുന്നു അല്ലെ? ഈ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ റീൽസ് എടുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ആശിറിന്റെ വീഡിയോസാ ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു നാട്ടിലെ ടോക്ക് ഇച്ചിരി കൂടെ റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അവന്മാര് നോർമലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ക്യാമറ ഓൺ ആക്കി വെക്കുക, എത്രയോ മിനിറ്റോളം വീഡിയോസ് എടുക്കുക, അതിനകത്ത് 1 മിനിറ്റ് വീഡിയോ കട്ട് ചെയ്തെടുക്കുക. അങ്ങനത്തെ പാറ്റേൺ ആണോ ചെയ്യുന്നത്? ഞങ്ങള് ഇപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പത്തെ വീഡിയോ കട്ടിങ് ഇല്ല, ഒറ്റ ഷോട്ടാണ്, കട്ടിങ് വരുന്നില്ല. അവര് ഈ ഷോട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കും. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓൺ ആക്കി വെച്ച് സിറ്റുവേഷൻ കൊടുത്ത് ഒറ്റ ഷോട്ട് പരിപാടി തീർക്കും. മനസ്സിലായി. കട്ട് പറയുന്ന നമ്മൾ അഭിനയിക്കും, അല്ലെ ഞങ്ങൾ ആ എൻഡിങ് കൊണ്ടുപോകുന്നത്. എൻഡിങ് ഒന്നും പ്ലാനിങ് ഒന്നും ഇല്ല, സ്റ്റാർട്ടിങ് എൻഡിങ് ഒന്നും വെച്ചാലും ലാസ്റ്റ് മതി നിർത്താൻ പറയുമ്പോൾ ഞാൻ നിർത്തത്തുള്ളൂ. ഇവര് പറയുമ്പോൾ ഇവനെ പാട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു സിംഗ് ഉണ്ട്, ഇവന് പഠിക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്തോ ചെയ്യുന്നത്. ഡയലോഗ് അപ്പുറത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ അവന് ഏകദേശം സെറ്റ് ആവുന്നുണ്ട് ക്യാമറ എടുക്കുന്ന ആ ഒരു സംഭവം എങ്ങനെയാന്ന് പിടികിട്ടിയത്. ഞങ്ങള് ഡയലോഗ് വരുമ്പം ഫേസ് വരണ്ടേ കറക്റ്റ്. അപ്പൊ ഇവൻ കറക്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് കിട്ടും അത്, അല്ലെങ്കിൽ സെന്ററിൽ തന്നെ ഇരുന്ന് പോകും. ഇപ്പൊ എടുക്കുന്നതോറും സെറ്റായി വരുന്നുണ്ട്. അത് കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെയാ, പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഇവരുടെ ഒരു ട്രാക്കിലോട്ട് നീ കേറിയിട്ടുണ്ട്. ഏതെങ്കിലും ഈ ഷോട്ടൊക്കെ ഇൻ കേസ് എടുക്കുന്ന സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടോ? ദേഷ്യപ്പെടാറില്ല, അതിനു മുമ്പ് ഇവര് തെറ്റിക്കുന്നത്. ഫസ്റ്റിലത്തെ ഞങ്ങൾ അനിയനെ എടുത്തത് അണ്ണൻ തമ്പി അല്ല സാധനം, വലിയ സാധനത്തിന്റെ എന്തായാലും സാധനം അതെടുത്തപ്പോ ഞാൻ അവന്റെ ദേഷ്യപ്പെട്ടായിരുന്നു. ഞാൻ അവൻ വീഡിയോ എടുക്കുമ്പോ ദേഷ്യപ്പെടുമല്ലേ, ചിലതൊക്കെ തെറ്റിച്ച് എടുക്കും, പക്ഷെ ചിലതൊക്കെ ഞങ്ങൾ അനിയൻ തന്നെ എടുക്കുന്നത്. നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 2 വയസ്സിന് 1 വയസ്സിന് 2 വയസ്സിനും കണ്ട്. അത്രേ ഉള്ളൂ. അടിയാണോ രണ്ടുപേരും എപ്പോഴും? അവന് ഞാന് പക്ഷെ ഞാൻ അങ്ങോട്ട് പറയുമ്പോ അവൻ ഇങ്ങോട്ട് പറയാം, അത് വേറെ കാര്യം, മിണ്ടായിരിക്കത്തില്ല. ഇൻസിഡന്റ് ആണോ ഈ കത്താളെടുത്തിട്ട് ഇങ്ങനെ വെട്ടാൻ പോകുന്നത്? റൂമിൽ കയറി കത്താളെടുത്ത് വെച്ച് വെട്ടുമെന്നാണ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഒരേ തരക്കാരല്ല. അവനെന്താ നിങ്ങളുടെ വീഡിയോസിൽ ഇടയ്ക്കുണ്ട് എല്ലാം ക്യാമിയോ ആയിട്ടാ വരുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്ത് തരും. നിങ്ങൾ ഈ ഒറ്റ സ്ട്രെച്ച് ആയതുകൊണ്ട് എഡിറ്റിംഗിന്റെ ഒന്നും ആവശ്യം അങ്ങനെ അധികം ഇല്ല. ഇവന്മാരെ വീഡിയോസ് ഒക്കെ അല്ലാതെ എടുക്കുന്നത് കട്ടിങ് എടുക്കുന്ന CD റീൽസ് എന്ന് പറഞ്ഞില്ലേ, ബിൻസു ബ്രോ എന്ന് പറഞ്ഞ ബ്രോയും ഹരി എന്ന് പറഞ്ഞ ഒരു പയ്യനെ കൂടെ ചെയ്തിരുന്നു. കണ്ടന്റ് ഒക്കെ പുള്ളിക്കാരനാണ് സെറ്റ് ചെയ്തത്. പുള്ളിക്കാരൻ എഡിറ്റിംഗ് ചെയ്ത് എല്ലാം ചെയ്ത് നല്ലോണം ചെയ്യും. ഈ ഹാഷിറിന്റെ ഒക്കെ ടീം അല്ലാണ്ട് വേറെ ഏതൊക്കെ ഇൻസ്റ്റഗ്രാം ഇതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് മെസ്സേജ് അയച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളത്? വേറെ എനിക്ക് കുറെ പേര് വന്നായിരുന്നു, കുറെ പേര് അയച്ചു. എനിക്ക് അങ്ങനെ പറഞ്ഞ് കുറെ പേര് അയച്ചിട്ടുണ്ട്. കൊല്ലത്തുള്ള അലി എന്ന് പറയുന്നത്, പിന്നെ കുറെ പേര് അയച്ചായിരുന്നു. ഈ റെഡ് മാമ്പേ ഒക്കെ ഇല്ലേ, റെഡ് മാമ്പേ ഒക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡയറക്ടർ എന്തുവാ മെസ്സേജ് അല്ല കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ. സുമതി വളവിനകത്ത് ഡയറക്ടർ ഇല്ലേ അഭിലാഷ്, കമന്റ് പുള്ളി ഞങ്ങളുടെ വീഡിയോ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്ത് വെച്ചേപ്പോണ്ട്. അതെ, ഈ നിങ്ങളുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ലക്കിനായിരിക്കും ഒരു വീഡിയോ കയറി പെട്ടെന്ന് ഹിറ്റ് അടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഹിറ്റ് അടിച്ച് ഈ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യൂസ് കയറുന്നു, കമന്റ്സ് കയറുന്നു. ആ ഒരു ഫീൽ ഏത് വീഡിയോയിലായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? ഫസ്റ്റ് ഞാൻ ഇടുന്ന എന്റെ അക്കൗണ്ടിൽ കയറുന്ന ഫസ്റ്റ് വീഡിയോ, ഞാൻ ഇടുന്ന വീഡിയോ ഫസ്റ്റ് അടിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ ഇടുന്ന ഫസ്റ്റ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എന്തുവാ ഞങ്ങൾക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിന് പോയി. 5 മണിക്കല്ലേ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഷൂട്ടിന് പോയി.
ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ എന്തോ കഴിക്കാനായിട്ട് ഇങ്ങനെ ഏത്തക്കാപ്പൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്റ്റ് അവന്റെ ഫോൺ എടുത്ത്, ഞാൻ കയറുന്നില്ല, പിന്നെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ അക്കൗണ്ടിൽ കയറത്തോളൂ. ഇവൻ റീലോട് 10 അടിച്ചു അതാ ഞങ്ങള് നോർമലി ഒരു ദിവസമൊക്കെ എടുക്കും ചിലപ്പോ. ഇഞ്ചി എടുക്കുക എത്ര സമയം കൊണ്ട് 10 അടിച്ച്? 1 മണിക്കൂർ ആവുന്നതിന് മുമ്പ്. ഇതുപോലെ എനിക്ക് അത്ഭുതം. എന്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് കയറുന്ന വീഡിയോ ആദ്യത്തെ വീഡിയോ തന്നെ അടിച്ച് ഓക്കെ. അത് ഓക്കെ 1 മില്യൺ പോയ വീഡിയോ. പിറ്റേ ദിവസം കണ്ടു 1 മില്യൺ അടിക്കുന്നത് ആ വീഡിയോ. ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ അടിച്ച്. ഇട്ട ദിവസം ഒറ്റ ദിവസം തോന്നി 5 മണിക്ക് ഇട്ട് അടുത്ത ദിവസം 5 മണിക്ക് 1 മില്യൺ അടിച്ച്. ഓക്കെ എങ്ങനെയോ കേറി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിറ്റേ ദിവസമല്ലേ നമ്മള് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ഒരു വീഡിയോ പ്ലാൻ ചെയ്തു. അതാ ഈ അണ്ണൻ തമ്പി ഫസ്റ്റ് വീഡിയോ. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. പുള്ളി പറയുന്ന അണ്ണൻ തമ്പിന്ന് പേരൊന്നും ഇട്ടിട്ടില്ല അന്ന്. ഇതുപോലൊരു വീഡിയോ ചെയ്ത് ഞങ്ങള് ഇങ്ങനെ അനിയന് ചേർന്ന ബന്ധത്തിൽ ഒരു വീഡിയോ ചെയ്ത് ചെരുപ്പ് എടുത്തോണ്ട് പോകുന്നു, ടീഷർട്ട് പുള്ളിയുടെ, എനിക്ക് ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോണം, പുള്ളിക്ക് കല്യാണത്തിന്. അതാ സ്ക്രിപ്റ്റ്, അത്രേ പറഞ്ഞോളൂ. ക്യാമറ ഓണാക്കി അഭിനയിച്ച് ആ വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇതിനേക്കായി നല്ലോണം കയറുന്നു. എന്ന് വെച്ചാൽ ഈ വീഡിയോ കയറിയതിനേക്കായി ഭയങ്കര സ്പീഡിൽ കയറും. രാത്രി ആകുമ്പോഴെങ്ങാണ്ടല്ലേ അടിക്കുന്നത്, 1 മില്യൺ അടിക്കും. അങ്ങനെ പിന്നെ അണ്ണൻ തമ്പിന്ന് പേര് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ഇടാനെ പേര്, പ്രദേശം ഇട്ടാല്. അത് വേണ്ട, അണ്ണൻ തമ്പി. മമ്മൂട്ടിയുടെ ആ സിനിമ ബേസ് ചെയ്ത് അണ്ണൻ തമ്പിന്ന് പേര് വിട്ട് അതെല്ലാവരുടെ മനസ്സിലും കയറി. അടിപൊളി. പിന്നെ അങ്ങോട്ട് പിന്നെ മൂന്നാമത്തെ വീഡിയോ കുറച്ച് പയ്യെ കയറിയത്. പിറ്റേ ദിവസം അണ്ണൻ തമ്പി ഇട്ട് പോയി. രാത്രി 1 മില്യൺ അടിക്കും. അപ്പോഴാണ് നിങ്ങക്ക് മനസ്സിലായി അണ്ണൻ തമ്പിയിലാണ് കളി ഇരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഇടയ്ക്കൂടെ അതോടെ കയറ്റി വിടുമ്പോ ഓക്കെയാ. അതെ, പിന്നെ എല്ലാം കേറുന്നുണ്ട് 1 മില്യൺ അത്യാവശ്യം കേറുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഇതിന്റെ ലോങ് വീഡിയോസോ BTS ഒക്കെ യൂട്യൂബിൽ നിങ്ങള് സീരിയൽസിനകത്ത് തന്നെ ഇതും വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോ അണ്ണൻ തമ്പിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കുറച്ചുകൂടെ ഇതാവുമ്പോഴത്തേന് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടെ ഇതാവുമ്പോഴത്തേന് അണ്ണൻ തമ്പിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇട്ട് അവരെ യൂട്യൂബിലാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അണ്ണൻ തമ്പി അതിനകത്ത് അണ്ണൻ തമ്പി ബേസ് ചെയ്തെല്ലാം ഇടുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സീരിയൽസ് എന്ന് പറയാൻ അതാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. അന്ന് സെറ്റാക്കി എടുക്കണം. അതിന്റെ അകത്ത് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ അത് ലാഗ് വരും, നമുക്ക് കണ്ടന്റും ഇല്ലാതെ എടുക്കുന്നതിലും. അതിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഇച്ചിരി കൂടെ ഷോർട്ട് ഫിലിം രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ അകത്ത് നമ്മൾ ഇച്ചിരി പെർഫോമൻസ് മാത്രമാണെങ്കിൽ അതിന്റെ അകത്ത് കുറച്ചും കൂടെ എഡിറ്ററിനും എല്ലാവർക്കും, എഡിറ്റർ മീൻസ് ഫോണിൽ ചെയ്യുന്ന പരിപാടി എല്ലാം ഒരേ ഇത് തന്നെയാണല്ലോ. ഫോണിൽ ചെയ്യുന്ന എഡിറ്റിംഗ്, ഫോണിൽ ചെയ്യുന്ന ക്യാമറ എല്ലാം ഒന്ന് നന്നായിട്ട് ചെയ്യണം എന്നുള്ള രീതി. നമുക്ക് അത്യാവശ്യം ഡയറക്ഷൻ പരിപാടിയും ഞാനും ബിൻസും ഒക്കെ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെയും കൂടെ പരിപാടി ചെയ്യാൻ വേണ്ടി അത് സൈഡിൽ കൂടെ കൊണ്ടുവന്നു. സൈഡല്ല, അതാണ് മെയിൻ. ഇതാണ് ഇപ്പൊ സൈഡിൽ തുടങ്ങി, പക്ഷെ ഇപ്പൊ മെയിനായി വരുന്നുണ്ട്. എല്ലാത്തിനകത്തും ഉണ്ട് എല്ലാരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ആളുകളൊക്കെ ചില പിള്ളേരൊക്കെ ഇതേപോലെ ഞങ്ങൾക്ക് കൂടെ ആക്ട് ചെയ്യാനായിട്ട് ഒരു ഇത് തരുവോ അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്കിങ്ങനെ മുഖത്തടിച്ച പോലെ പറ്റത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് 2 മൈക്കേ ഉള്ളു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെയും കേട്ടോണ്ട് വീഡിയോക്കകത്ത് അതുപോലെ സ്ക്രിപ്റ്റും ഉണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരെടുത്ത്. അപ്പം പിന്നെ കുറച്ചുകൂടെ സെറ്റ് ആയതിനു ശേഷം ചാൻസ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കില്ലേ. അല്ലാതെ എല്ലാവർക്കും ഇതൊക്കെ തന്നെ താല്പര്യമുള്ളവർക്ക് നമ്മൾ പിന്നെ ചെയ്ത് കൊടുക്കായിരിക്കും. കൊടുക്കേണ്ടവർക്ക് പിന്നെ വന്നിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. 2 പയ്യന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിട്ട് വന്നോ? നമുക്ക് 1 2 3 അക്കൗണ്ട് ഉണ്ട് എന്റെ അക്കൗണ്ടില്. അപ്പൊ പയ്യന്മാര് ഒന്ന് ചോദിച്ചായിരുന്നു, എനിക്കിങ്ങനെ മെസ്സേജ് ബ്രോ ഞാൻ വന്നോട്ടെ, നീ വന്നോ കുഴപ്പമില്ല. പിന്നെ അവന്മാരെടുത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഫേർട്ട് എടുത്ത് അവിടെ അവന്മാരുമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്മാര് ചോദിച്ചു, പറഞ്ഞു വാ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ലവ് ട്രാക്ക് അപ്ലോഡ്. അപ്പൊ പിന്നെ അതിനകത്ത് കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ കുറെ പേരുണ്ടല്ലേ, ഒരുപാട് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ ഫ്രണ്ട്സിന്റെ കോണ്ടന്റ് ആയിരുന്നു ഫുള്ള് ചെയ്തത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെയ്തിരുന്നു. അപ്പം ആര് വേണമെങ്കിലും കൊണ്ടുവരാം. ഇപ്പം ഒരു ലവ് ട്രാക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പം കൂടി പോയി കഴിഞ്ഞാൽ 1-2 ആളെ കൊണ്ടുവരാൻ വേണം. അവന്മാർ അത്ര എഫേർട്ട് ഇട്ട് വന്നിട്ട് അവന്മാർക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുക്കണ്ടേ. മനസ്സിലായി. അങ്ങനെ യൂഷ്വലി അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഏർണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയോ നിങ്ങക്ക്? അയ്യോടാ, ഞങ്ങളിപ്പോ അതിനു വേണ്ടിയല്ല ട്രൈ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് സിനിമയാണ് മെയിൻ ലക്ഷ്യം. സിനിമയില് ചുമ്മാ പൈസക്ക് വേണ്ടി ഒന്നും ചെയ്യാം അങ്ങനൊന്നും ഇല്ല.
ഇതുവരെ ഒരാട് പോലും നമ്മള് എല്ലാ ഞങ്ങളാണെങ്കിൽ ഡെയിലി ഇവരുടെ വീട്ടിൽ വരും വീഡിയോസ് എടുക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു കുറെ മാസമായിട്ട് പുള്ളി ഒന്നെങ്കിൽ വന്ന് വിളിക്കാൻ വരും, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അത്രയും ദൂരം നടന്നാ വരുന്നത്. ഒരു 7 കിലോമീറ്റർ ഞങ്ങൾ നടന്നു വരും ഞാനും കൂടെ. ചിലപ്പോ നടന്ന് ലൈവൊക്കെ ഇട്ട് ലൈവൊക്കെ ഇട്ട് പയ്യ എല്ലാവരോടും കിലോമീറ്റർ നടന്നു പോകും ഡെയിലി. നടന്നു പോകും. നടന്നു വന്നിട്ടാണ് ഇമ്മാരുടെ അടുത്ത് വന്ന് വീഡിയോസ് എടുക്കുന്നത്. അവൻ എന്തോ പിള്ളേരൊക്കെ സീനാണ്. പിന്നെ ചില ദിവസങ്ങളിൽ പുള്ളിയുടെ വീട് ഇവിടെ ആണെങ്കിൽ മാർക്കോന്റെ വീട് ഇവിടെ, ഞങ്ങളുടെ വീട് ഇവിടെ. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരും. പുള്ളി എല്ലാ ദിവസം വരുന്നത്. ഇതിന്റെ വീട് കഴിഞ്ഞിട്ട് അങ്ങ് പോകണം ഞങ്ങളുടെ വീട്. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ അതെ, മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാവരും സത്യം പറഞ്ഞ ഒരു ഹാർഡ് വർക്കിനാണ് ഈ വ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഒരു വീഡിയോ ഡൗൺ ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി. എന്തോടാ എല്ലാരും പറയാം നമ്മള് തിന്ന് കുടിച്ച് വീട്ടിലിരിക്കാണ്. നമ്മളെന്തെല്ലാം ചെയ്യുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഈ നാട്ടുകാർ ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ, നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളായാലും പല 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 കമന്റ്സ് വരും. ഇതായത് ഇങ്ങനെ ഇവര് സമയം കളയുക, ഇതിന്റെ പുറത്ത് സമയം കളയുക, അങ്ങനത്തെ ആളുകളെ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അങ്ങനെയുള്ളവരെ എങ്ങനെയാ ഫേസ് ചെയ്യാറ്? അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? എനിക്ക് കേൾക്കാറില്ല. എനിക്ക് ഇഷ്ടം പോലെ കേൾക്കാറും. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെവി കൂടെ കേട്ടിപ്പോ ചെവി കൂടെ കളയും. എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പൊ രക്ഷപ്പെടും. ഈ ഷാനുവിന്റെ ഒരു ഫാമിലിയും അവന്റെ ഒരു ചുറ്റുപാടും ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാമിലിയാന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാം ഇടപെടാനും കാര്യങ്ങളും എല്ലാം പറ്റുന്ന പോലെ. ഉമ്മയുടെ കാര്യം എടുത്തു പറയണം കേട്ടോ, അല്ലെങ്കിൽ ഉമ്മ കാണാം. നമ്മൾ ഒരുപാട് വാപ്പാനെ പറയും, പറയും ഞാനല്ല എനിക്ക് ചോറ് എല്ലാവർക്കും വരുത്തരുവോ? ഉമ്മ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങളെ കഴി. ഇവനെ വിളിച്ചില്ലെങ്കിൽ ആദ്യം ഞങ്ങളെയാണ്. അത് നീയല്ലല്ലോ കൊടുക്കുന്നത്, വാപ്പല്ലേ. അരി കുറെ തീരാൻ പോലും നമ്മള് പഴഞ്ചോറപ്പോ തരുന്നത്. അത് മതി, അതിന്റെ കാശ്. ഫ്രഷ് ചോറൊക്കെ ഉമ്മാരാ കഴിക്കുന്നത്. അല്ല, പഴഞ്ചോറ് തിന്നാ എങ്ങനെ? ഇയാൾ ഉച്ചക്കാണ് എണീക്കണത്. തിന്നാൻ എന്നിട്ട് മനസ്സിലായില്ലേ? വർക്ക, രാത്രി വർക്ക, രാത്രി വർക്ക്. എന്താ ചെയ്യേ? രാത്രി ഞാൻ സിനിമ ആണ്, ഞാൻ ഒത്തിരി സിനിമ ആണ്, ഒത്തിരി സിനിമ ആണ്. എന്ത് മലയാളം മൂവീസ് ആണോ? മലയാളം കാണും, ഇംഗ്ലീഷ് കാണും, തമിഴ് കാണും, തെലുങ്ക് കാണും, എല്ലാം കാണും. അങ്ങനല്ല, മെൻഷൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയെ കാണാൻ. സീരിയസ് ആയിട്ട് ഞാൻ ഈ അവഞ്ചേഴ്സ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ അത് കണ്ട് അത് ത്രില്ലടിച്ച് ഇപ്പൊ അതിങ്ങനെ കണ്ട് തീരാറായി. എനിക്ക് അതൊക്കെ അതുപോലത്തെ സിനിമയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ ഇല്ലേ, അതിപ്പോ സീസൺ 5 ഈ മാസം വരും. എങ്ങോട്ട് വരും? ഞാൻ നിനക്കൊന്ന് സപ്പോർട്ട് തന്നല്ലേടാ, എന്നോട് ഇങ്ങനെ എന്തിനാ നീ ചെയ്യുന്നത്? ഈ മാസം റിലീസ് അല്ലേ 26. അങ്ങനെ പറയണം. അല്ലെ ഈ മാസം ഇങ്ങോട്ട് വരുമോ? ഈ മാസം നെറ്റ്ഫ്ലിക്സിൽ വരും. ആഹാ, കണ്ടായിരുന്നു പൂർവ്വരെ കണ്ടായിരുന്നു. കണ്ടതാ? പിന്നെ കണ്ടല്ലോ. ഞാൻ സീരിയസ് വിശ്വസിപ്പിക്കുന്നത് ശരിയാ പറഞ്ഞ പോലെ കണ്ടാലും എന്റെ മനസ്സിലില്ലേ. ആരുടെ ഫാനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനത്തെ പേര് പറഞ്ഞില്ലെങ്കിൽ രൂപം പറയും. ഞാൻ മറ്റേ അവളെ ഫാന്, അവളെയും തൊപ്പിയിട്ടവനില്ലേ, ആ ചുരുണ്ട കൂടിയുള്ള തൊപ്പിയിട്ട എപ്പോഴും തൊപ്പിയിട്ട് അവനും പിന്നെ മറ്റോളും നായിക മറ്റേ ശക്തിയുള്ളത്. ബ്രോ അങ്ങനെയൊക്കെ ഉണ്ട് ബ്രോ. അവളെന്തോ ഇത്രയും നാളെ അടച്ചു കൂട്ടിയിട്ടിരുന്നതാണ്. നീ എത്ര ഒരു ദിവസം മാത്രമാണ്? അല്ല 4 സീസൺ. ബ്രോ ഞാൻ കണ്ടേ ബ്രോ, ഞാൻ വിശ്വസിക്കും. സ്റ്റോറി ഇടാറുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുന്നതല്ലേ? പക്ഷേ സാധനം മാറിപ്പോയെന്നാ എനിക്ക് കണ്ടു. സ്ട്രേഞ്ചേഴ്സ് സംഭവം എന്റെ പേര് പറ. സ്ട്രേഞ്ചേഴ്സ് തിങ്സ്. കട്ടിയുള്ള വാക്കുകൾ പറയാൻ പറ്റില്ല, കുറച്ച് വാക്കുകൾ നീ പറ. ഞാൻ എന്തേലും പറ, നീ ഒരു വാക്ക് പറ. ഞാൻ പറയാം. അല്ല മറ്റേ സാധനം പറ. ഒരു ഇതൊക്കെ മനസ്സിലായി. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തൊത്ത് കുത്തിയിരുന്നു.
ചത്ത് കുത്തിയിരുന്നു. ചത്തൊത്തു കുത്തിയിരുന്നു എന്നാ. ചത്തൊത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 ചത്ത 10 കുത്ത് കുത്ത്. എനിക്ക് അറിയത്തില്ല എന്തിനാ വേണ്ടാത്ത. പറ്റത്തില്ല. അവൻ ട്രൈ ചെയ്തില്ലേ അതേപോലെ. പത്തനാപുരത്ത് 10 ചത്ത പിന്നെ അവള് പറ്റത്തില്ല. പത്തനാപുരം പാലത്തിനടി 10 പച്ചത്ത. നാളെ ഞാൻ അവിടെ കൊണ്ടുവിടാം. നീ പറ. ഇയാൾക്ക് മൈൻഡ് ഫുള്ള് ഇവന്റെ നേരത്തെ കാര്യം മിണ്ടായി പറ. എന്താ സംഭവം നടന്നത്? പത്തനാപുരത്ത് 10 പിള്ളേര്. ഞാൻ പറഞ്ഞുതരാം. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു ഒത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 എനിക്കറിയില്ല. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത് കൊത്തു കുത്തിയിരുന്നു. ഓക്കെ നീ പാസ്. ഇവിടുന്ന് ഇറങ്ങട്ടെ തരാം. ഇവിടെ ഇറങ്ങുമ്പോ എനിക്ക് സമ്മാനം മറക്കല്ലേ മറന്നു. സമ്മാനം തന്നില്ലെങ്കിലേ ഞാൻ പറഞ്ഞേ. മരണം ഉണ്ടെന്ന് കേട്ടോ. അടുത്ത പറ. എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ പറയാം. അറിയത്തില്ലല്ലോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. വടിയെടുത്ത് വടിയെറിഞ്ഞു. അത് ഞാൻ പറയത്തില്ല. പറയാന്ന് പറഞ്ഞല്ലോ. എന്തോ വടിയെടുത്ത് പുളിയെറിഞ്ഞു വടിയെടുത്ത് എടാ അത് ഞാൻ പറയത്തില്ല. ഒന്നാമതേ എനിക്ക് ചീത്തപ്പേരുണ്ട്. അത് പറയത്തില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇത്തിരി കൂടുതലല്ലോ. നമ്മളൊരു കാര്യം കൊടുത്തപ്പോ ഞാൻ പറയാം. വടിയെടുത്ത് പുളിയെറിഞ്ഞു വടിയെടുത്ത് പുളിയെറിഞ്ഞു പറ. വടിയെടുത്ത് പുളിയെറിഞ്ഞു വടിയെടുത്ത് പുളിയെറിഞ്ഞു വടിയെടുത്ത് വടിയെറിഞ്ഞു. അങ്ങനെ ഇതൊക്കെ എന്ത് ഏതാണ് ഇതൊക്കെ എന്ത് അതൊക്കെ എന്തോന്ന് പറഞ്ഞേ. എന്തോ അതൊക്കെ എന്തോന്ന് പറഞ്ഞേ. അതൊക്കെ എന്ത് ഇതൊക്കെ എന്തെന്നല്ലേ പറഞ്ഞേ. ഇതൊക്കെ എന്തോ പറ. ഇതൊക്കെ എന്ത് ചെറിയ ചീള കേസുകള്. ഇത് ഏതാ ഏതുള്ളത് ഇപ്പൊ എപ്പോഴും കിട്ടിയില്ല. വലിയൊരു ഡയലോഗ് പറയാനായിട്ട് വന്നതാ. പോയത്. എന്താ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാ? അടുത്ത പ്ലാൻ രക്ഷപ്പെടണം. നമ്മള് പറഞ്ഞു കഴിഞ്ഞു ബ്രോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്താ? നിന്റെ പ്ലാൻ പറ. റീച്ച് ആയിട്ട് അവന് സത്യം പറഞ്ഞ ലക്ഷ്യബോധമില്ല. അത് ശരി. നിന്റെ പ്ലാൻ പറ. നെക്സ്റ്റ് പ്ലാൻ പറ. നീ പറ നിന്റെ പ്ലാൻ പറ. ഈ വീഡിയോ ഒക്കെ ചെയ്ത് റീച്ച് ആവണം. റീച്ച് ആവാം. പരിപാടിയൊക്കെ മര്യാദക്ക് മുന്നോട്ട് പോകണം. അത്രേ ഉള്ളൂ. പരിപാടിയൊക്കെ മതിയൊക്കെയോ? പരിപാടിയൊക്കെ മര്യാദക്ക്. ഓക്കെ നീ പറ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൂടെ ഒക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് രക്ഷപ്പെടണം. എല്ലാരും കൂടെ ഒരുമിച്ച് രക്ഷപ്പെടണം. ഒരുമിച്ചാണല്ലോ. ചുരുക്കി പറഞ്ഞ ആർക്കും പ്രത്യേകിച്ച് പ്ലാൻ എല്ലാവർക്കും രക്ഷപ്പെടണം. ഫുഡീസ് ആണോ നിങ്ങളൊക്കെ? ഫുഡൊക്കെ പിന്നെ കാശുള്ളപ്പോ കഴിക്കും, കാശില്ലാത്തപ്പോ വിശന്നിരിക്കും. എന്താണ് മെയിൻ സ്പോട്ട്? കൊല്ലത്ത് നിങ്ങളുടെ മെയിൻ സ്പോട്ട് എവിടെ? മെയിൻ സ്പോട്ട് ഒന്നും ഇല്ല. എനിക്ക് ഒരു കടയിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമല്ല. എല്ലാം ട്രൈ ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറയും. അതെ. കൊച്ചിയിൽ വന്നിട്ട് കൊള്ളൂലായിരുന്നു. നമ്മുടെ അവിടുത്തെ കണക്കത് ഞങ്ങളൊന്നും പറയണില്ല. നമ്മുടെ കിടക്കുന്നത് അല്ല എമൗണ്ടും കുറവാണ്, കൊള്ളൂലായിരുന്നു. പത്തനാപുരത്തും ഞാൻ കണ്ടതാ. പത്തനാപുരത്തും ഫുഡിന്റെ കാര്യമൊക്കെ ഞാനും നീയും എക്സ് കൂടെ പോയിട്ടുണ്ട്. ആണോ? പത്തനാപുരത്ത് വന്നോ ഫുഡ് കഴിക്കാനായിട്ട്? ഒന്ന് ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് പത്തനാപുരം വരെ വന്നു. അവിടെ പഠിക്കാൻ പോകുമ്പോ കൊല്ലം അവിടെ കിടക്കുന്നു, പത്തനാപുരം അവിടെ കിടക്കുന്നു. അല്ല അങ്ങനെയല്ല, പത്തനാപുരത്ത് കാശിന് പോകുമ്പോ അങ്ങനെ. പത്തനാപുരത്താണ് പഠിച്ചത്? എവിടെ പഠിച്ചത്? അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. അല്ല അങ്ങനെ അതെന്റെ വായന വീണു പോയാ നിന്നെ പിടിക്കണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ പത്തനാപുരത്തുള്ള കൊച്ചാ നിന്റെ ലൈൻ? പത്തനാപുരത്തുള്ള ഒരു കൊച്ചായിരുന്നു. ചുമ്മാ പത്തനാപുരത്തുള്ള ഒരു കൊച്ച ലൈൻ. നല്ല അടിയും കിട്ടും പത്തനാപുരത്ത്. അപ്പൊ ഒരു റീസണും ആയി. പ്രണയം എന്ന് പറഞ്ഞ
പ്രണയം വീണ്ടും പ്രണയം വന്നു വേണ്ട വിഷയം അതെ, അതിന്ന് നമുക്ക് വേണ്ട. അത് അതെ അതെ, വിഷയത്തിൽ നിന്ന് വീണ്ടും 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 തെറ്റി മാറിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ പ്രണയ വിവാഹമായിരുന്നു? ആയിരുന്നു 10 വർഷം. ഇതൊക്കെ ചോദിക്കണ്ടേ? നമുക്ക് കുറച്ച് അങ്ങോട്ട് ചോദിക്കാം. 10 വർഷത്തെ പ്രണയം. അപ്പൊ എത്ര വർഷം തന്നു? 10ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വന്നു. ഞാൻ അതിന് ഇത് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ അതിന് ഇത് ചെയ്യുന്നു. അല്ലെ പ്രണയമൊക്കെ ജയിക്കണമെങ്കിൽ നമ്മളോട് വിചാരിക്കണം. ചുമ്മാതെ അല്ലേ സമയം പോക്ക ആർക്കും വേണ്ട. നമ്മുടെ കുറച്ച് സമയം പോവും, പിന്നെ അത് പോയി കഴിയുമ്പോ നമ്മള് ഡിപ്രഷനിലാവും, പ്രശ്നങ്ങളാവും. പക്ഷെ രക്ഷപ്പെടാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്ന് കിട്ടും ചിലപ്പോ. വാശി ചിലപ്പോൾ ചിലരാണെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ തന്നു. ചിലരൊക്കെ ചുമ്മാതെ സമയം പോണ്ടേ അതിനുവേണ്ടി ഓരോന്നൊക്കെ ചെയ്തു. എല്ലാം അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ആ ഒരു റീൽസിലൂടെയും ഒക്കെ നല്ല റീച്ച് കയറി രക്ഷപ്പെടട്ടെ അല്ലേ? രക്ഷപ്പെട്ടോണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു പാത്തിലൂടെ ആണല്ലോ. അപ്പൊ സിനിമ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.